നിങ്ങളടുത്ത് പാലും പഞ്ചസാരയും മുട്ടയുണ്ടോ? എന്നാൽ വരി നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ 3/4 കപ്പ് പഞ്ചസാര എടുത്ത് മെൽറ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഒരു പാത്രത്തിലോട്ട് 2 മുട്ടയും അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ എത്ര ഗ്ലാസ് പാലെടുക്കണോ അത്ര എണ്ണം 2 ഗ്ലാസ് പാലാണെങ്കിൽ 2 മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ പഞ്ചസാര ഇവിടെ മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി മെൽറ്റായതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ച പാൽ അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ പുഡിങ് ഫ്ലോപ്പായി പോയിന്ന്. ഇതൊരു 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ താനെ മെൽറ്റായിക്കോളൂ കേട്ടോ. പഞ്ചസാര അതിൽ പാലിൽ മെൽറ്റായിക്കോളൂ. ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി 10 മിനിറ്റ്. പഞ്ചസാരയും പാലും നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച എഗ്ഗും വാനില എസൻസും കൂടെ അതിലോട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അത് നന്നായി അരിച്ചെടുക്കുക. അരിച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ ഈ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെക്കണേ. സ്റ്റീം ചെയ്തതിന് ശേഷം തണുപ്പിച്ചിട്ട് ഇങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ പുഡിങ് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ശരിക്കും നമ്മളെ കാരമൽ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വെറും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.